ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രെയിനേജ് ഫിക്സിംഗ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ളതെല്ലാം ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഡ്രെയിനേജ് വാട്ടേഴ്സിനെ അതിൽ ബന്ധിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന് ഇതുപോലെയുള്ള വെയിറ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് മെറ്റീരിയൽസ്. അതിൻ്റെ പ്ലാസ്റ്റിക് ഹോൾസും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയുള്ള എക്യുപ്മെൻറ്റ്സാണിത്. കയറ് വേണം. നമ്മൾ ആ കയർ ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം. കണ്ടോ, ഞാനിത് ശേഷമുള്ള വർക്കാണിത്. അത് ഇതുപോലെ നമ്മൾ കെട്ടിട്ട് വെക്കണം. അത് താഴോട്ടേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ഇനി കൊണ്ട് ഫിനിഷ് ആയിട്ടില്ല. ഇതിലൂടെ ഇനി കച്ചറൊന്നും പോകാതിരിക്കാൻ വേണ്ടി നല്ലോണം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. കംപ്ലീറ്റ് ക്ലീനാകാൻ നോക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ക്ലീനാക്കിയതിന് ശേഷവും എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിലൂടെ പൈപ്പിലൂടെ അങ്ങോട്ടേക്ക് കവറേക്ക് പോകും. അത് സ്റ്റക്ക് ആവും. വീണ്ടും നമ്മൾ ഇതുപോലെ മാറ്റി കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് ബി ക്ലിയർ. എല്ലാം കറക്റ്റായിട്ട് സൂപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. സോ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ കുടയെടുത്ത് വെച്ചു. ക്യാപ്പൊക്കെ കാണുന്നില്ല, അത് വേറെ രക്ഷയില്ല കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് മാക്സിമം വളരെ നല്ല രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു രക്ഷ ഉണ്ടാകത്തില്ല. ഭയങ്കര ഒരു എന്താ പറയേണ്ട ഹെവി വർക്ക് പോലെ തോന്നും. സോ ഇത് അത്ര വലിയ ഹെവി വർക്കൊന്നുമില്ല. എങ്കിലും നമുക്കിത് വർക്കേഴ്സ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്യേണ്ടിയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇനി അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ക്ലീനിങ് എങ്ങനെ ചെയ്യണമെന്ന്. ഈ ഓരോ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡ്രെയിനേജ് വെള്ളം നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ ഓസിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. അത് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് പിന്നെയും വീണ്ടും ചെയ്യേണ്ടി വരും. സോ ബി ക്ലിയർ ദാറ്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രൂം കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കണം. അതിനുശേഷം നമ്മളെല്ലാം ഇതുപോലെ നന്നായിട്ട് അടിച്ച് കൂട്ടി വൃത്തിയാക്കിയിട്ട് പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ബ്ലോക്കേജ് ഒഴിവാക്കാൻ പറ്റും. സോ അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. ബ്രൂം എടുത്ത് നന്നായിട്ട് സെറ്റാക്കി അടിച്ച് വരും. അതിനുശേഷം ഇത് പോയിട്ട് നമ്മൾ അത്ര വലിയ എന്താ പറയേണ്ടത് ഹെവി വർക്കാണെന്ന് നമുക്ക് തോന്നും. കാരണം ഹെവി ആയിട്ടുള്ള നല്ല സ്ഥലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷയമാണ്. അപ്പോൾ ഒരു മോർണിംഗ് പ്രവൃത്തി ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നല്ല വെയിലാട്ടോ, നല്ല കത്തുന്ന വെയിലാണ്. കണ്ടോ, നല്ല വെയിലാണ്. അങ്ങനെ മൊത്തം ക്ലീനായി. ഓക്കെ, എല്ലാം വെച്ച് കംപ്ലീറ്റ് ക്ലീനാക്കി. ആ സൈഡും ഈ സൈഡൊക്കെ ക്ലീനാക്കി. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇതുവഴി നമ്മൾ ഇറങ്ങണം. ഇതുവഴിയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നമുക്കങ്ങനെ ഇറങ്ങി. ഓക്കെ, നമുക്ക് തന്നെ വീട്ടിലെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ പണിക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സേഫായിട്ട് ഇറങ്ങാമെന്നുള്ളതാണ്. ഇറങ്ങാം. ഓക്കെ, ഇതെല്ലാം ചിലവരൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇതാണ് നമ്മളെ വർക്ക്. മിക്കവരും അധികവും പുറത്തുനിന്ന് ഈ പണിക്കാരൊക്കെ വിളിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് എന്താ പറയണ്ടേ, കുറച്ച് പണിയില്ലാത്ത പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൂടെ കേട്ടോ കാര്യം. ഇത് അങ്ങ് മുകളിലോടെ കയറി, അങ്ങനെ കയറിയപ്പോൾ അതിന് ശേഷം ഇറങ്ങി സെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ സെറ്റായിട്ട് കാണും. ഓക്കെ, ഇനിയും പുതിയ സജഷൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ വീഡിയോ ആണ് താല്പര്യം എന്ന് വെച്ചാൽ അറിയിക്കുക. സജഷൻസ് പ്ലീസ്. അപ്പോൾ സപ്പോർട്ട് മീ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.